അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖശിയ മിൻകും അല്ലാ യസ്തയ്ഖിള മിൻ ആഖിറിൽ ലൈലി, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേൽക്കൂല എന്ന് പേടിച്ചാൽ ഫൽയൂത്തിർ മിൻ അവ്വലിഹി, രാത്രിയുടെ തുടക്കത്തിൽ അവൻ വിത്ർ നിസ്കരിച്ചു കൊള്ളട്ടെ. അതായത് ഉറങ്ങുന്നതിന്റെ മുമ്പ് തന്നെ വിത്ർ നിസ്കാരം നിർവഹിച്ചു കൊള്ളട്ടെ. നീ വമൻ ത്വമിഅ മിൻകും അൻ യഖൂമ മിൻ ആഖിറിൽ ലൈലി, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും രാത്രിയുടെ അവസാനത്തിൽ വിത്ർ നിസ്കരിക്കാൻ കഴിയുമെന്ന് ഉറപ്പായാൽ ഫൽയൂത്തിർ മിൻ ആഖിറിൽ ലൈലി, അവൻ രാത്രിയുടെ അവസാനത്തിൽ വിത്ർ നിസ്കരിച്ചു കൊള്ളട്ടെ. കാരണം കാരണം ഖുർആൻ പാരായണം ചെയ്യൽ ഫി ആഖിറിൽ ലൈലി, രാത്രിയുടെ അവസാനത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് മഹ്ദൂറത്തുൻ, മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് വഹിയ അഫ്ദൽ, മലക്കുകളുടെ സാന്നിധ്യത്തിൽ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതുകൊണ്ട് വിത്ർ നിസ്കരിക്കുമ്പോൾ അതിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യും. വിത്ർ പൂർണ്ണമായി നിസ്കരിക്കുമ്പോൾ 11 റക്അത്താണ് വിത്ർ നിസ്കരിക്കേണ്ടത്. അപ്പോൾ അതിൽ ഖുർആൻ നമ്മൾ ധാരാളമായി പാരായണം ചെയ്യും. ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. അത് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ഈ നമ്മൾ ഇശാ നിസ്കാരത്തിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ വിത്ർ നിസ്കരിക്കുകയാണെങ്കിലും നമ്മൾ അത്താഴ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. ആ സമയത്ത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. അത് ഇജാബത്തിന് ഏറ്റവും അടുത്തതുമാകുന്നു. അല്ലാഹു തആല നമുക്ക് ധാരാളം ഖുർആൻ പാരായണം ചെയ്ത് അവന്റെ തൃപ്തി കരസ്ഥമാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.